അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 50. അഗ്നി പതിയെ അവളുടെ ചുണ്ടിൽ തലോടി. ജ്വാല എരിവ് വലിച്ചുകൊണ്ട് അവനെ നോക്കി. സോറി കുഞ്ഞ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അല്ലെങ്കിൽ അഗ്നിമോളെ നോവിക്കാറില്ലല്ലോ. അവൻ സങ്കടത്തോടെ പറഞ്ഞു. സാരില്ല, ഞാൻ തെറ്റിയതുകൊണ്ടല്ലേ. അവൾ നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു. അതവന് കൂടുതൽ സങ്കടമാവുകയാണ് ചെയ്തത്. എന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഞാൻ ഓർക്കേണ്ടതായിരുന്നില്ലേ എന്റെ പൂച്ചക്കുട്ടിക്ക് എല്ലാരും പേടിയാണെന്ന്. അവൻ അവൾ അമർത്തിപ്പിടിച്ച് അവളുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോ അഗ്നിന്റെ അടുത്ത് ഉണ്ടായിട്ടും ഞാൻ പേടിച്ചില്ലേ? അത് ഞാൻ ചെയ്ത തെറ്റാ, അവള് പറഞ്ഞു. ആണോ? തെറ്റാണോ? അതെ, അവള് പുഞ്ചിരിച്ചു. നീ എന്തൊരു പാവാ കുഞ്ഞ. എങ്ങനെയടി പെണ്ണെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാ? അത്രയ്ക്ക് ക്യൂട്ടാ നീ. എനിക്കിടയ്ക്ക് കടിച്ചു തിന്നാൻ തോന്നും നിന്നെ, അവൻ പ്രണയത്തോടെ പറഞ്ഞു. ജ്വാലയുടെ മുഖം ചുവന്നുപോയി. ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നേ? അവൾക്ക് വല്ലാതെ നാണം തോന്നി അഗ്നിക്ക പെണ്ണിനെ അങ്ങനെ വെരിഞ്ഞു മുറുക്കാനും. ഇനി ഇന്നിട്ട് പോവാണെന്ന് പറയില്ല കേട്ടോ. എങ്കിലും അവൾക്ക് പറയാതിരിക്കാനായില്ല. പറയില്ല, അവൻ ചിരിച്ചു. പിണക്കം മാറിയോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. മാറിയോന്ന് ചോദിച്ചാ ചെറിയൊരു പിണക്കം കൂടിയുണ്ട്. പതിയെ മാറും, പക്ഷേ ദേഷ്യമൊന്നുമില്ല കേട്ടോ. അവന്റെ സ്വരം ആർദ്രമായി. പിണക്കം മാറാൻ എന്താ തരേണ്ടേ? അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി. എന്തു തരാൻ? ഞാൻ ചുമ്മാ പറഞ്ഞതടി പെണ്ണെ. എനിക്ക് ഈ പെണ്ണിനോട് ഒരു പിണക്കവും ഇല്ല, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടെ ഉമ്മ വെച്ചോ, അവൾ അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് അവനോടായി പറഞ്ഞു. ഏ? അഗ്നി ഞെട്ടി. എന്താ അങ്ങനെ നോക്കണേ? ഇവിടെ ഉമ്മ വെച്ചോ, ഞാൻ ആരോടും പറയില്ല, അവൾ പതിയെ പറഞ്ഞു. ആണോ? അവൻ അവളെ കുറുമ്പോടെ നോക്കി. അവള് പറഞ്ഞതുപോലെ പതിയെ ചോദിച്ചു. അഗ്നി, അവള് ചിണുങ്ങിക്കൊണ്ട് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ആഹാ, ഉമ്മ വെച്ചോളാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം മറച്ചാൽ എങ്ങനെയാ? ഇങ്ങോട്ട് കാണിക്കേ, ഞാൻ കാണട്ടെ. അവൻ അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് മലർത്തി കിടത്തി. ജ്വാല അവനെ ചിരിയോടെ നോക്കി. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രം നിറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിലും മറ്റെന്തോ ഭാവമാണ്. അത്ഭുതത്തോടെ അഗ്നി ആ മിഴികളിലേക്ക് നോട്ടം പായിച്ചു. പക്ഷെ ജ്വാല കണ്ണുകൾ ഇറുകെ പൂട്ടി. കണ്ണു തുറക്കടി, അഗ്നി അവളുടെ വയറിൽ ഇക്കിളിയാക്കി. അഗ്നി, വേണ്ട. ജ്വാല ചിരിച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ചു വെക്കാൻ നോക്കി. കണ്ണു തുറന്നാ വിട്ടേക്കാ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അവൻ പിന്നെയും അവളുടെ വയറിൽ ഇക്കിളിയാക്കിയതും ചിണുങ്ങിക്കൊണ്ട് ജ്വാല കണ്ണു തുറന്നു. അവൻ കുറുമ്പോടെ അവളെ നോക്കി. ഇവിടെ ഉമ്മ തന്നോ? എനിക്ക് കുഴപ്പമില്ലല്ലോ, അവള് വീണ്ടും പറഞ്ഞു. നിനക്ക് എന്റെ ഉമ്മ വേണമെങ്കിൽ അത് തുറന്നു പറയടി, അല്ലാതെ ഉടായി പിറക്കണ്ട, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവളൊന്ന് പതറി. അവനെ നോക്കാൻ കഴിയാത്ത വിധം അവളുടെ മുഖം താഴ്ന്നുപോയി. നെഞ്ചിടിപ്പ് ഉയർന്നുപോയി. എന്താണ് മുഖത്തേക്ക് നോക്കാനൊക്കെ ഒരു നാണം? നോക്കുന്നേ. അഗ്നി അവൾ മുഖം താഴ്ത്തുന്നതിനനുസരിച്ച് അവൾക്കൊപ്പം താഴ്ന്നു വന്നു. അഗ്നി, ജ്വാല ചുണ്ടു പിളർത്തി അവനെ നോക്കി. ആ, അങ്ങനെ വഴിക്ക് വാ. എന്താണ് ഈ കുറുമ്പിക്ക് ഒരു കുറുമ്പൊക്കെ? അവൻ ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല അഗ്നി, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. ആണോ? ഒന്നുമില്ലേ? എന്നെനിക്കിപ്പോ ഉമ്മയൊന്നും വേണ്ട കേട്ടോ, അവൻ അവളെ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞതും അവളുടെ മുഖം മങ്ങിപ്പോയി. അത് കണ്ട് അഗ്നിയുടെ മുഖം വിടരുകയാണ് ചെയ്തത്. എന്തു പറ്റി? അവൻ അവളെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, അവൾ മുഖം വീർപ്പിച്ചു. എനിക്കിപ്പോ ഉമ്മ വേണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ ഭാര്യയ്ക്കിപ്പോ എന്നെ ഉമ്മ വെക്കണമെങ്കിൽ എന്നെ ഉമ്മ വെച്ചോ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, അവൻ ഒരു കണ്ണിറുക്കി ചിരിയോടെ പറഞ്ഞു. ജ്വാല അവനെ വാപ്പൊളിച്ചു നോക്കി. ഞാനോ? ഞാൻ തരൂല, എനിക്ക് നിങ്ങളുടെ ഉമ്മയും വേണ്ട. അവളുടെ ചുണ്ട് കൂർത്തുപോയി. അയ്യോ, അങ്ങനെ പറയല്ലേ, ഒരു ഉമ്മ താടി. ഞാൻ എപ്പോഴും നിന്നെ പിടിച്ച് ഉമ്മ വെക്കാറില്ലേ, അതെന്തുകൊണ്ടാ? അവൻ ചോദിച്ചു. എന്തുകൊണ്ടാ? അവൾ പുരികമുയർത്തി. നീ എന്റെ ഭാര്യ ആയതുകൊണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്, അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ആണോ എന്ന പോലെ അവനെ നോക്കി. പിന്നെ അല്ലാതെ, ഞാൻ നിന്നെ ഉമ്മ വെക്കുന്നതൊക്കെ ഇഷ്ടം കൊണ്ടല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ? അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അല്ലേ? അവൾക്ക് സംശയം. ആ, ബെസ്റ്റ്. എന്റെ മഹാദേവ, ഈ പെണ്ണിനെ ഞാനിതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? എടി, നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാ ഞാൻ നിന്നെ കിസ് ചെയ്യുന്നേ. ഇഷ്ടമല്ലാത്ത ദേഷ്യം കൊണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വേദനിപ്പിക്കില്ലേ? അങ്ങനെ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോടി പൂച്ചക്കുട്ടി? അവൻ കുറുമ്പോടെ അവളുടെ കവിളിൽ പിച്ചി. ഇപ്പൊ കുറച്ചു മുന്നേ കുളത്തിന്റെ അവിടെ വെച്ച് എന്നെ ഉമ്മ വെച്ചപ്പോ എനിക്ക് വേദനിച്ചുല്ലോ, അപ്പൊ അതോ? അത് ദേഷ്യം കൊണ്ടല്ലേ? അവൾ അവന്റെ താടിയിൽ അമർത്തി വലിച്ചു. ആ കുഞ്ഞ, അവൻ അവളുടെ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് വിളിച്ചു. ജ്വാല മുഖം വീർപ്പിച്ചു. എനിക്ക് നല്ലോണം വേദനിച്ചുട്ടോ കുഞ്ഞ, അവൻ താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. വേദനിച്ചോട്ടെ, നേരത്തെ എനിക്കും വേദനിച്ചു, ദുഷ്ട. അവൾ അവനെ നോക്കി പല്ലടിച്ചു. അത് അന്നേരം അതുപോലെ ദേഷ്യം വന്നതുകൊണ്ടാ. നീ അങ്ങനെ പെരുമാറിയപ്പോ അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ?
അവൻ സ്നേഹത്തോടെ ചോദിച്ചു. പക്ഷെ അപ്പോഴും അവളെ താൻ നോവിച്ചല്ലോ എന്ന കുറ്റബോധമുണ്ട് അവനിൽ. സാരില്ല, അത് മനസ്സിലായ പോലെ അവള് പറഞ്ഞു. എന്നാ ഒരു ഉമ്മ താടി യക്ഷി, എനിക്കറിയാലോ ഇപ്പൊ നിനക്ക് എന്റെ ഉമ്മ കിട്ടാൻ ആഗ്രഹമുണ്ടെന്ന്. ഇല്ലേ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അവളുടെ കണ്ണുകൾ പിടച്ചെങ്കിലും അവള് മറുപടി പറഞ്ഞില്ല. അഗ്നി അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി. ജ്വാല കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. ഉമ്മതാ, നിനക്ക് വേണമെങ്കിൽ മതിട്ടോ. അവനിൽ കുസൃതിയാണ്. എനിക്ക് അഗ്നി ചെയ്യണ പോലെ കുറെ നേരം അങ്ങനെ ഉമ്മ വെക്കാൻ അറിയില്ലല്ലോ. അവള് ചുണ്ടു വിളർത്തി. അഗ്നി വാ പൊളിച്ച് അവളെ നോക്കി. എന്താ? അവന്റെ നോട്ടം കണ്ടപ്പോൾ അവള് ചോദിച്ചു. ആ അതോ കുഞ്ഞാ, ഞാൻ കരുതി നിനക്ക് ജസ്റ്റ് ഒരു കിസ് മതിന്ന്. പക്ഷേ അങ്ങനെ അല്ല അല്ലേ കാര്യങ്ങള്. മനസ്സിലായി. അഗ്നി ഇല്ലാത്ത നാണത്തോടെ പറഞ്ഞുകൊണ്ട് വിരലൊന്ന് കടിച്ചു. അയ്യേ, അഗ്നി ഇതെന്താ കാണിക്കണേ? അവള് ചിരിച്ചുപോയി. നാണം അല്ലാതെന്താ, ഉമ്മതാടി അറിയുന്നത് പോലെ താ. അവൻ ആവേശമായി. ആ പെണ്ണ് അവൻ തരുന്നത് പോലെ ഒരു ദീർഘചുംബനം തരുമോ എന്നുള്ള ആകാംക്ഷ, ഇനി തന്നാലും അത് എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ. അഗ്നി തരണ പോലെ എങ്ങനെ തരാ? ചോദിക്കുമ്പോൾ അവളുടെ മുഖം ചുവന്നു പോയിരുന്നു. അഗ്നി പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളെ എടുത്തുയർത്തി അവന്റെ മടിയിലിരുത്തി. ജ്വാല എതിർത്തില്ല. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അറിയുന്ന പോലെ താ, ഇങ്ങനെയൊക്കെയാ പഠിക്കുന്നേ. നിനക്കെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം എത്ര അറിയുന്നു നോക്കട്ടെ ഞാൻ, അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാല മൂളിക്കൊണ്ട് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനിലേക്ക് അല്പം കൂടി ചേർന്നിരുന്നു. അഗ്നി അവളെ ആകാംക്ഷയോടെ നോക്കി. ജ്വാലയുടെ നോട്ടം അവന്റെ ഇളനിറമുള്ള ചുണ്ടിലേക്ക് പോയി. എങ്ങനെ ഉമ്മ വെക്കും? ആ ചുണ്ടിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവളിൽ പതർച്ച നിറഞ്ഞു. എന്തു പറ്റി? ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുമെന്ന് കരുതി ക്ഷമ നശിച്ച് ഒരുവൻ ഒടുക്കം ചോദിച്ചുപോയി. കണ്ണടക്കി, എനിക്ക് നാണം വരണു. അവള് ചുവന്നു കയറിയ മുഖത്തോടെ പറഞ്ഞു. അഗ്നിക്ക് ചിരിയാണ് വന്നത്. അച്ചോടാ, എന്റെ വാവയ്ക്ക് നാണം വരുന്നുണ്ടോ? സാരല്ല, അഗ്നി കണ്ണടയ്ക്കാം. നീ ഒന്ന് താ, വേഗം തരണട്ടോ. അവൻ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നു. അവനോട് പേടിയോ ദേഷ്യമോ ഒന്നും തോന്നണില്ല. പക്ഷെ വല്ലാത്ത സ്നേഹം തോന്നുന്നു. ഇന്ത്യാന്ന് തോന്നുന്നു. അവളുടെ ഹൃദയം അവനെ നോക്കവേ പിടഞ്ഞുപോയി. കുഞ്ഞാ, തരുന്നുണ്ടോ? അവളുടെ അനക്കമൊന്നും കാണാത്തതും അവൻ പരിഭവത്തോടെ ചോദിച്ചു. മിണ്ടാതിരിക്ക അഗ്നി, തരാ, ധൃതി കൂട്ടല്ലേ. അവൾ വിറച്ച സ്വരത്തിൽ പറഞ്ഞു. അവളുടെ സ്വരത്തിലെ വിറയൽ, അവളുടെ ടെൻഷൻ എല്ലാം മനസ്സിലാക്കിയ പോലെ അഗ്നി മിണ്ടാതിരുന്നു. ജ്വാലയുടെ മുഖം അഗ്നിയുടെ മുഖത്തേക്ക് അടുത്തു വന്നു. ഇരുവരുടെയും നെഞ്ചിടിപ്പ് കൂടി. അവളുടെ ചുണ്ടിപ്പോൾ അവന്റെ ചുണ്ടുകളിൽ മുട്ടുമെന്ന പോലെയാണുള്ളത്. പക്ഷെ അവളുടെ ശരീരം കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. പേടിക്കണ്ട കുഞ്ഞാ, ഞാനല്ലേ. അവളുടെ വിറയൽ അറിഞ്ഞതുപോലെ അവൻ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. ജ്വാലയ്ക്ക് മിണ്ടാൻ നാവ് ഉയരുന്നില്ല. അഗ്നി അവളെ ചുംബിച്ചത് ഓർക്കുകയാണ് പെണ്ണ്. അവളുടെ ഇടുപ്പിൽ അവന്റെ കരം വല്ലാതെ വല്ലാതെ മുറുകി അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തു. പക്ഷെ അപ്പോഴും കണ്ണു തുറന്നില്ല അവൻ. നെഞ്ചിടിച്ച് താൻ ഇപ്പോൾ മരിച്ചു പോകും പോലെ തോന്നി അഗ്നിക്ക്. ഞാൻ ഞാൻ തന്നോട്ടെ? ജ്വാല ഉമിനീർ വിഴുങ്ങി ഒരു നിശ്വാസം പോലെ ചോദിച്ചു. ആ ആ, വേഗം വേഗം. അഗ്നിയുടെ ശ്വാസം മുറുകി. അടുത്ത നിമിഷം ജ്വാലയുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളിൽ അമർന്നു കഴിഞ്ഞിരുന്നു. അഗ്നി ഒന്ന് വിറച്ചു. എങ്കിലും കണ്ണു തുറന്നില്ല. ജ്വാല പതിയെ അവന്റെ കീഴ്ചുണ്ടിനെ കടിച്ച് വായിലേക്ക് ആക്കിയതും അഗ്നി വിറച്ചുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൈവച്ചു. അവൾ പതിയെ അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. അവൾക്ക് അറിയുന്നില്ല എങ്ങനെ ചുംബിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടുകൾ പലതവണ അവളുടെ വായിൽ നിന്ന് അടർന്നുപോയി. പിന്നെയും പിന്നെയും അവന്റെ ചുണ്ടിനെ കടിച്ചവൾ ചുംബിക്കുമ്പോൾ അഗ്നിക്ക് അവന്റെ ദേഹം ആകെ കോരിത്തരിച്ചുപോയി. അഗ്നി കണ്ണുകൾ തുറന്നു. പക്ഷെ അവളുടെ ചുംബനത്തിൽ തുറന്നതുപോലെ തന്നെ പിന്നെയും അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അവന്റെ ഇരു ചുണ്ടുകളെ മാറി മാറി ചുംബിക്കുമ്പോൾ അവൾ കണ്ണുകൾ അടച്ചിരുന്നു. അറിയില്ലെങ്കിൽ പോലും അവനെ അങ്ങനെ ചുംബിച്ചിരിക്കാൻ തോന്നി അവൾക്ക്. ഒടുവിൽ അവളുടെ ചുണ്ടുകൾ തളർന്നുകൊണ്ട് അകന്നു മാറാൻ തുടങ്ങിയതും അഗ്നി അവളുടെ പുറത്തൂടെ കൈചുറ്റി അവൾ അകത്തിമാറ്റിയ ചുണ്ടിനെ അങ്ങനെ കടിച്ചെടുത്തു. ജ്വാല മൂളി. അഗ്നി അവളെ അങ്ങനെ ബെഡിലേക്ക് കിടത്തി അവളുടെ ദേഹത്തേക്ക് മുഴുവൻ ഭാരവും കൊടുക്കാതെ എന്നാൽ അവളിൽ അമർന്നുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. ജ്വാലയുടെ കൈകൾ അവന്റെ തലമുടിയിലൂടെ വിറയലോടെ പാഞ്ഞു. അവളെ ചുംബിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ അവൻ ഇടയ്ക്കിടെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ആ സമയം അവളാണ് അവന്റെ ചുണ്ടിനെ നുണയുന്നത്. ചുംബന തീവ്രതയിൽ എപ്പോഴോ അവന്റെ കൈകൾ അവളുടെ ഷോൾഡറിൽ നിന്നും കഴുത്തിലേക്ക് നീണ്ടു. ജ്വാല അതൊന്നും അറിയുന്നില്ല. പക്ഷെ അവന്റെ കൈകൾ അവിടവും കടന്ന് അവളുടെ വലതുമാറിൽ അഗ്നി പോലും അറിയാതെ അമർന്നുപോയി. ജ്വാല ഞെട്ടി. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നേരെ നോക്കുമ്പോഴേക്കും അവന്റെ കൈകൾ അവിടെ തലോടിയിരുന്നു. ജ്വാല വിറച്ചുകൊണ്ട് പെട്ടെന്ന് സകല ശക്തിയെടുത്ത് അവനെ പിടിച്ചു തള്ളി കിതച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അഗ്നിയും അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് ഓർത്തത്. അവൻ ഞെട്ടലോടെ ജ്വാലയെ നോക്കി. ആകെ വിറച്ചുകൊണ്ട് തിരിഞ്ഞു കിടക്കുവാണ് അവള്.
അവൻ ആകെ വല്ലാതായി. ദയനീയമായി അവൻ അവന്റെ അടങ്ങിയിരിക്കാത്ത കയ്യിനെ ഒന്ന് നോക്കി. ഒന്ന് സ്നേഹം തോന്നി തുടങ്ങിയതേ ഉള്ളൂ അവൾക്ക്. അപ്പോഴേക്കും ഞാൻ അഗ്നിക്ക് സങ്കടം തോന്നി. പെട്ടെന്ന് അറിയാതെ പറ്റിപ്പോയതാ. കുഞ്ഞാ, അവൻ ഇടർച്ചയോടെ വിളിച്ചു. ജ്വാല മിണ്ടിയില്ല. അവൾ എന്നെ വെറുത്തു കാണും. അഗ്നിക്ക് അത് ഉറപ്പായി. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് തലയ്ക്ക് കൈ കൊടുത്തു. പക്ഷെ അവനിൽ നിന്ന് തിരിഞ്ഞു കിടക്കുന്ന അവളുടെ മുഖം ആകെ തുടുത്തുപോയിരുന്നു. കിതയ്ക്കുന്നു ജ്വാല. ദേഷ്യം തോന്നുന്നുണ്ടോ അവനോട്? അവള് സ്വയം അവളോട് തന്നെ ചോദിച്ചു. ഇല്ല, ദേഷ്യമില്ല. അവള് തന്നെ അതിന് മറുപടിയും കൊടുത്തു. പിന്നെന്താ? അവളുടെ നെഞ്ചിടിപ്പ് ഉത്തരമില്ലെങ്കിൽ പോലും വല്ലാതെ കൂടി. ഉത്തരം പറ ജ്വാല. പിന്നെ പ്രണയാണോ? അവളുടെ ഹൃദയത്തിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ പകച്ചുപോയി ജ്വാല. അവള് പതിയെ അഗ്നിയെ തിരിഞ്ഞു നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. അത് കണ്ടതും അവൾക്ക് ആകെ വെപ്രാളം തോന്നി. അവനിൽ നിന്ന് ഒളിച്ചിരിക്കാൻ തോന്നി. കുഞ്ഞാ. എന്നാൽ ഇടറിയ അവന്റെ വിളിയിൽ അത്രയും നേരം മറ്റേതോ ലോകത്തിലായിരുന്നവൾ പകപ്പോടെ ബെഡിൽ ചാടിയിരുന്ന് അവനെ നോക്കി. എന്താ സങ്കടം? അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ ആദിയോടെ അവന്റെ ചുണ്ടിലേക്ക് നോക്കി. ഇനി ഉമ്മ വെക്കാൻ അറിയാതെ അവൾ അവന്റെ ചുണ്ട് പൊട്ടിച്ചോന്ന് അറിയില്ലല്ലോ. എന്നോട് പിന്നെയും വെറുപ്പായോ കുഞ്ഞാ? അഗ്നി ഇടറിക്കൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണു മിഴിഞ്ഞു. എന്തിന്? ഞാൻ അറിയാതെ കുഞ്ഞാ. കിസ് ചെയ്ത ആ ഫീലിൽ ഇവിടെ പിടിച്ചു പോയതാ. സോറി. അവൻ അവളുടെ മാറിടത്തിലേക്ക് നോക്കി വല്ലായ്മയോട് പറഞ്ഞു. എന്നാൽ അവന്റെ തുറന്നുള്ള ആ പറച്ചിലാണ് ജ്വാല ചൂളിപ്പോയത്. അല്ലാതെ അവന്റെ പ്രവൃത്തി ഒരിക്കലും അവളെ അസ്വസ്ഥയാക്കിയിട്ടില്ല. അവളുപോലും അറിയാതെ അവളുടെ മനസ്സിൽ അവൻ കയറിപ്പറ്റുമ്പോൾ അവൾക്ക് നാണല്ലാതെ ഒന്നും തോന്നിയില്ല. അവന്റെ കൈകൾ ഇപ്പോഴും അവിടെ അമർന്നു എന്ന പോലെ അവളൊന്ന് വിറച്ചു. കവിളുകൾ തുടുത്തുപോയി. എന്നാൽ വല്ലായ്മയോടെ അവളെ മുഖമുയർത്തി നോക്കി അഗ്നി കാണുന്നത് തുടുത്തുപോയ ആ പെണ്ണിനെയാണ്. ഒരു വേള അവന്റെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. കുഞ്ഞ. തുടിപ്പേറിയ മുഖത്തേക്ക് നോക്കി അവൻ പതിയെ വിളിച്ചു. നിക്ക് ദേഷ്യമൊന്നുമില്ല. സാരല്ല. അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നി കണ്ണും മിഴിച്ച് അവളെ നോക്കി. പക്ഷെ അവൾക്ക് അവനിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാ മതി. അഗ്നി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും പിടഞ്ഞിറങ്ങി പുറത്തേക്ക് പോവാൻ തുനിഞ്ഞു. എന്നാൽ അതിനു മുന്നേ അഗ്നി അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. ജ്വാല കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ അവളുടെ കൈകളിൽ നിന്ന് പിടിവിടാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് അവളെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. അവളുടെ വയറിൽ അവന്റെ കൈമുറുകി. ജ്വാല അറിയാതെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുപോയി. അഗ്നിയുടെ ചുണ്ടിൽ നിറഞ്ഞ ചിരിക്കൊപ്പം കണ്ണുകൾ കലങ്ങുക കൂടി ചെയ്തു. അവളുടെ കഴുത്തിലായി താടി കുത്തി നിന്ന് അവൻ അവളുടെ ചെവിക്കരികിലേക്ക് മുഖമടുപ്പിച്ചു. ജ്വാല വയറിലിരിക്കുന്ന അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അഗ്നി. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. ഐ ലവ് യു കുഞ്ഞ. അത്രമേൽ ഹൃദയത്തിൽ പതിഞ്ഞു പോകുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു. ജ്വാല പിടഞ്ഞുപോയിരുന്നു. പക്ഷെ അവനോട് മിണ്ടാൻ കഴിയാത്ത വിധം ഹൃദയം പോലും നിന്നതുപോലെ. അല്പനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പതിയെ അവൻ അവളെ തിരിച്ചു നിർത്തി. ജ്വാലയ്ക്ക് അവനെ നോക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരുപാട് ഹാപ്പിയാ കുഞ്ഞ. ഈ നിമിഷം ഒരിക്കലും മറക്കില്ല ഞാൻ. പ്രണയം തുളുമ്പുന്ന അവന്റെ സ്വരം. പക്ഷെ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ കലങ്ങിയത് ജ്വാല കണ്ടില്ല. അത്രത്തോളം ആഗ്രഹിച്ച നിമിഷം. എന്റെ പെണ്ണ്. അവൾ മനസ്സറിഞ്ഞു തന്ന ചുംബനം. അതെ, എൻ്റെ കുഞ്ഞൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അവനൊന്ന് കരയാൻ തോന്നി. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം. അതെ, സ്വന്താവൻ പോകുന്നു. അവളുടെ പ്രണയവും കുറുമ്പും എല്ലാം എനിക്ക് മാത്രമായി. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി. ജ്വാല പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി. എന്താ അഗ്നി, വേദനിച്ചോ? അവൾ ആദിയോടെ ചോദിച്ചുകൊണ്ട് അവന്റെ ചുണ്ടിലേക്ക് നോക്കി. വേദനിച്ചില്ല, പക്ഷേ ഒരു പ്രത്യേക ഫീൽ. ഇപ്പോ എൻ്റെ കുഞ്ഞൻ പഠിച്ചല്ലോ കിസ് ചെയ്യാൻ. അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അഗ്നി ചിരിച്ചു. ഇങ്ങനെയെല്ലാം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാട്ടോ. അവനിൽ കള്ളച്ചിരിയാണ്. അവൾ മറുപടി പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കണ്ടേ? അവൾ ചോദിച്ചു. വേണം, പക്ഷേ നിന്നെ വിടാൻ തോന്നുന്നില്ല പെണ്ണെ. അവൻ കാറ്റുപോലെ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. അഗ്നി. അവൾ ചിണുങ്ങി. സോറി. അവൻ പറഞ്ഞതും അവൾ അവനെ എന്തായെന്ന പോലെ സംശയത്തോടെ നോക്കി. നിന്റെ മാറിൽ കൈയമർത്തിയന് എന്നോട് ദേഷ്യം തോന്നല്ലേ കുഞ്ഞാ? നീ എന്നെ കിസ് ചെയ്തപ്പോ ആ ഒരു ഫീൽ അറിയാതെ പറ്റിപ്പോയതാ. പിന്നെയും 100 വട്ടം സോറി. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. പക്ഷെ അവന്റെ നോട്ടത്തിൽ തളർന്നു പോകുന്നവൾ. അവളുടെ മാറ്റം അവനോളം ആർക്ക് മനസ്സിലാവും? അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്കിറങ്ങി. രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരുപോലെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ആ സമയം. തുടരും.